അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ്. കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങൾ ഒരു കാട്ടിനുള്ളിലുള്ള റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു. ജംഗിൾ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാലുശ്ശേരി വഴിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ബാലുശ്ശേരി ഇത് കിടക്കുന്ന മാനന്തവാടി തിരുനെല്ലിയാണ് കേട്ടോ. ബോർഡറിലാണ്, കർണാടക കറക്റ്റ് ബോർഡറാണ് കേട്ടോ. അതായത് ബ്രഹ്മഗിരി മൗണ്ടൻ്റെ ഒരു വാലിയിലാണ് ഈ നമ്മുടെ റിസോർട്ട് കിടക്കുന്നത്. അതിൻ്റെ ആ ഒരു മൗണ്ടൻ്റെ അപ്പുറം എന്ന് പറയുന്നത് കർണാടകയാണ് കേട്ടോ വരുന്നത്. കർണാടക, തമിഴ്നാട് എല്ലാം ഉള്ളൊരു ബോർഡറിലാണ്. നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ തിരുനെല്ലി എന്ന് പറയുന്ന ഒരു പ്ലേസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ വീഡിയോസ് ഇത്ര ലെങ്ത് ആവാൻ കാരണം എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മൾ ഒരു ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര നല്ലൊരു പീസായിട്ടുള്ള വേറൊരു വൈബായിരുന്നു കേട്ടോ. ഞാൻ മുമ്പൊക്കെ ഒരുപാട് റിസോർട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ റിസോർട്ട് പോയപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നാച്ചുറായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നൊരു എല്ലാം അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1:45 ആയപ്പോൾ നമ്മൾ കൊയിലാണ്ട് എത്തി. അവിടെ നമ്മൾ ലഞ്ച് കഴിച്ചു കേട്ടോ. ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഫുഡ്. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. കാണാൻ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ടേസ്റ്റ് തീരല്ലായിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കുറേ നോക്കണമെന്ന് പറയും. കുറച്ച് തിരക്കൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫുഡായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മൾ ചുരമൊക്കെ കയറാൻ പോവാണ്. മാനന്തവാടി അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പം തന്നെ നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല കോടയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്കാട്ടിലും നല്ല ഭംഗിയാട്ടോ. ആ സമയത്തൊക്കെ അധികം മഴയുണ്ടായിരുന്നില്ല, നല്ല കോടയായിരുന്നു. അപ്പം തന്നെ കുറേ ആൾക്കാർ അവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴി. അങ്ങനെ ഇതാ നമ്മൾ കൊറോം എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇവിടെ ആയിരുന്നു നമ്മളൊരു വട്ടം ഈ ഒരു ഏരിയയിലാണ് ഒരു റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കട്ടെ. അത് നല്ലൊരു റിസോർട്ടായിരുന്നു. അങ്ങനെ ഇതാ മാനന്തവാടി ടൗണിൽ എത്തി. അവിടുന്ന് ഈ മൈസൂർ തിരുനെല്ലി ഡയറക്ഷൻ ബോർഡൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇത് നമ്മൾ അവരെ വിളിച്ച സമയത്ത് അവർ ലൊക്കേഷനൊക്കെ ആദ്യം നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഓൺ ചെയ്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാരണം ഈ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാപ്പൊക്കെ അതിന് മുമ്പേ ഓൺ ചെയ്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടാണ് വരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ പോകുമ്പം അത്ര വലിയ ഫോറസ്റ്റ് പോലെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തോന്നിയില്ലായിരുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ആ ഒരു ഫോറസ്റ്റിനെ കുറച്ച് പുറത്തുകൂടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ കണക്കിന് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഇപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെയുള്ള ഒരു റൂട്ടിനാണ് പോയിട്ടുണ്ടായിരുന്നത്. മാപ്പ് വെച്ച് പോയ സമയത്ത് നമുക്ക് ആ ഒരു ഡയറക്ഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തെറ്റി കയറി പോയതാണ്. പക്ഷേ തെറ്റിയൊന്നുമില്ല. പക്ഷേ ഇതാ മറ്റത് കറക്റ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ, എന്നാലും നെറ്റ്വർക്കൊന്നും കുറവായിരുന്നു. അങ്ങനെ നമ്മളിപ്പം നല്ലൊരു ഗ്രാമത്തിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ പണ്ടുള്ള സിനിമയിലൊക്കെ കുറച്ച് ഗ്രാമീണത നിറഞ്ഞ സിനിമകളൊക്കെ കാണാറില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു പ്ലേസിൽ കേട്ടോ ഇത് എത്തിയിട്ടുള്ളത്. നമ്മുടെ വയനാടാണ് കേട്ടോ. വയനാട് പൊതുവേ അറിയാമല്ലോ, നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അപ്പം ഒരുപാട് കൃഷികളും
ഒത്തിരി കൃഷികളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെല്ലും ഒത്തിരി എന്തൊക്കെയോ കൃഷികളാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഇതുപോലുള്ള പ്ലേസൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ ഈ ഒരു ഫോട്ടോയിലോ അങ്ങനെയൊക്കെ കാണുന്ന പോലെയൊക്കെ തോന്നിട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിസോർട്ട് വന്നിട്ട് ക്ലോവ് എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നദിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലോവ് ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്ലേസ്. പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ഒരു പറഞ്ഞ നേരത്തെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഫുള്ള് കാടും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം തന്നെ അറിയാലോ ജംഗിൾ റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി കാണുന്ന റിസോർട്ട് പോലെ അല്ല ഉണ്ടാവുക എന്ന് ഒരിതുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഫുള്ള് നാച്ചുറായിട്ട് ഇൻ്റർലോക്ക് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊന്നുമല്ല, അവിടെയുള്ള ഓരോ മരങ്ങളും ചെടികളും അതേപോലെ വെച്ച് പിന്നെ കുറേ അവർ തന്നെ ഉണ്ടാക്കിയതും ഉണ്ട്. അങ്ങനെ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ചെന്നുണ്ടായിരുന്ന റിസപ്ഷൻ ഏരിയക്കാണ്. അവിടുന്ന് പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ കുറച്ച് അങ്ങോട്ട് പോന്നിട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ച് നല്ലൊരു ഏരിയയിൽ തന്നെ ഈ റിസോർട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറിയ സമയത്ത് തന്നെ അവൻ ഗ്യാപ്പിൽ ഇറങ്ങി ഓടിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ പിടിച്ചിട്ടുണ്ടോന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂം. നല്ല അടിപൊളിയായിട്ടുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ. ഒന്നും പറയാല്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നിയത് നമ്മൾ അങ്ങനത്തെ ഒരു ഭയങ്കര നമ്മുടെ എർത്തുമായിട്ടൊക്കെ നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അതിനോട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ ആർക്കിടെക്റ്റിങ്ങും കാര്യങ്ങളും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഫ്ലോർ ആണെങ്കിലും പിന്നെ അതിൻ്റെ റൂഫാണെങ്കിലും ഒക്കെ തന്നെ ഒരു നേച്ചറുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വേറൊരു വൈബായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതുപോലെ ടോയ്ലറ്റും അതുപോലെ ബാത്റൂമും തമ്മിൽ വേറെ വേറെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ക്ലോസറ്റ് ഒന്നിലും പിന്നെ കുളിക്കുന്നത് വേറൊരു അങ്ങനെ ആയിട്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ കേട്ടോ. ഫുള്ള് കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് മരങ്ങളൊക്കെ തന്നെ, കാടൊക്കെ തന്നെയാണ്. വലുതായിട്ട് അവരവിടെ വെട്ടിമുറിച്ചതാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഉള്ള സ്പേസിൽ അധികം ഒന്നും കേട് വരുത്താത്ത രീതിയിലാണ് അവരവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമിൽ നമ്മൾ ചെന്ന സമയത്ത് റൂമിൽ കയറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ വന്നാണ് കേട്ടോ. അപ്പോൾ ആ ഫുള്ള് കണ്ടോ, അവിടെ കമ്പി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കാടാണ് മക്കളെ, കാട്. ഇവിടെ 2 ഫെൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവർ ഇലക്ട്രിക് കറണ്ട് വരുന്ന രീതിയിൽ, അതിൻ്റെ മുകളിലാണ് ഈ ഡേഞ്ചർ എന്ന് അറിയുന്ന സംഭവമുള്ളത്. അത് 7 മണി കഴിഞ്ഞാൽ അവർ ഓൺ ചെയ്തിടും കേട്ടോ. അപ്പം ആ സമയം അത് നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പോകരുത്. ആ സമയം എന്താണെന്ന് വെച്ചാൽ ഈ കാടിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പം ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് റിസോർട്ടിൻ്റെ ബോർഡറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതല്ലാതെ ഒരു ഫെൻസ് അല്ലാണ്ടും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള വേറൊരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ തൊട്ടരികിൽ കൂടെ നമ്മുടെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് മക്കളെ. നല്ല അടിപൊളി വൈബാണ്. ഫുൾ ടൈം ഈ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും കാടിൻ്റെ ആ ഒരു ഇതും ഒക്കെ കേട്ടോണ്ടാണ് കേട്ടോ നമ്മൾ നടക്കുകയും കിടക്കുകയും ഉറങ്ങുക പോലും ചെയ്യുക. ഉറക്കത്ത് പോലും ഇങ്ങനെ കേൾക്കാം വെള്ളം പോകുന്ന ഒച്ച. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ കേട്ടോ പെട്ടെന്ന് ഈ കുരങ്ങന്മാർ വന്നത്. അപ്പം അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സത്യം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളടുത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് വേഗം ഉള്ളോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ അതിലൂടെയൊക്കെ കുറേ നടന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക, നല്ല ഇതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. ഇതൊക്കെ അവിടെ ഉള്ള സാധനങ്ങൾ തന്നെ വെച്ച് അവർ ഓരോന്ന് ചെയ്തെടുത്തതാണ്. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പൂള് വരുന്നത് കേട്ടോ. അത് കോമൺ പൂളാണ് വരുന്നത്, പ്രൈവറ്റ് പൂളല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതുണ്ടാവും കേട്ടോ. അപ്പോൾ അവരെപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കൂടെ മാത്രം നടക്കാൻ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടാവും, നട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാലോ, കാടുമാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ ഉറപ്പിക്കണം.
അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ കയറി. റൂമിൽ ഇതാ ഒരു സോഫ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ബെഡാക്കാൻ പറ്റും. അപ്പോൾ അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരിതുപോലെ ചെയ്തു തരും കേട്ടോ. ബെഡും ഒക്കെ ഇട്ട് പില്ലോ ഒക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ അവരെ വിളിച്ചതായിരുന്നു. അങ്ങനെ മക്കൾ അവിടുന്ന് കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് TV ഇല്ല കേട്ടോ. കാരണം പുറത്ത് നല്ല മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കും അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നുമില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ആയിരിക്കും കേട്ടോ. അപ്പം അത് കാരണം TV ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. TVയിൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇവിടെ കൂടുതലും നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് അവർ മെയിനായിട്ട് അവർ എയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് TV ഒക്കെ ഒഴിവാക്കിയത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ രാത്രി നമ്മൾ വീണ്ടും ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ പ്ലേയിങ് ഏരിയ ഉണ്ട്, ഗെയിമിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്, അവിടേക്കാണ്. അവിടെ ഒത്തിരി ഇതുപോലത്തെ ഗെയിം ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബായിരുന്നു. ഫുള്ള് ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടാനും. കാടാണല്ലോ, കാടിൻ്റെ ഒരു വൈബ് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്ലേസ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ ആ ഒരു ഹാളിൽ തന്നെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ടേബിൾ ടെന്നീസ് എനിക്ക് പഠിപ്പിച്ചു തരാണ് കേട്ടോ. എനിക്ക് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്, എങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ അത്ര എയിമൊന്നും ആയില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് അത്ര. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ റൂമിലുള്ള കേട്ടോ ടെൻഡർ കോക്കനട്ട് ചിപ്സാണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈം അത് കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ റൂമിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ റൂമിൻ്റെ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പൂളും കാര്യങ്ങളും കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മോർണിംഗിലാണ് നമ്മൾ പൂളിലേക്ക് പോയിട്ടുണ്ട്. തലേന്ന് രാത്രിയൊക്കെ ഫുള്ള് അവിടെ ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ ആദ്യം നമ്മൾ ഫുള്ള് എല്ലാം ഒന്ന് പോയിട്ട് കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഫുള്ളൊന്ന് ചുറ്റി ഇറങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ വരും കേട്ടോ. എല്ലാം ഓരോന്ന് പറഞ്ഞു തരാനും ഒക്കെ തന്നെ. നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് റിസോർട്ടിൽ നിന്നാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാളിന്തി നദിയാണ് കേട്ടോ. അത് ഹിന്ദുസിന് എന്തോ വിശ്വാസപരമായിട്ടുള്ള ഇതൊക്കെ ഉള്ളൊരു നദിയാണ്. ബ്രഹ്മഗിരി ആ ഒരു ഹിൽസ് നിന്നാണ് അത് ഉത്ഭവിച്ച് വരുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ബ്രഹ്മഗിരി നദി കേട്ടോ. നല്ല അടിപൊളി എന്ത് ഭയങ്കര നല്ല അടിപൊളി വൈബാണ്. നമ്മളിങ്ങോട്ട് ഇറങ്ങാനും ഇതാക്കാനൊന്നും പാടില്ല കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു നദി കേട്ടോ. മിക്ക ഈ നദീൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റും കാര്യം അങ്ങനെയൊക്കെ കാണില്ല. അതൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഇതിൽ ഇറങ്ങാൻ പറ്റൂല എന്നല്ല, ഇറങ്ങുക, പക്ഷേ അതവിടെ വേസ്റ്റും അങ്ങനെ സാധനങ്ങളൊന്നും ഒന്നും ചെയ്യതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ ആകെ എന്തോ ഒരു 15 വീടുകൾ മാത്രമാണ്, ഇപ്പോൾ കുടുംബങ്ങൾ മാത്രമാണ്, വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 15 എന്ന് പറയുന്നത് ട്രൈബൽസ് ആണ് കേട്ടോ. അപ്പം അവർ ഫാമിലിപരമായിട്ട് അവിടെ അങ്ങനെ പാട്ടത്തിന് ഇതെടുത്തിട്ട് കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെയുള്ള അവർ പറഞ്ഞതാണ് ഇവിടെ ചെറിയൊരു ഡാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡാം. ചെറിയൊരു ഡാമാണ്, പക്ഷെ ഭയങ്കര ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിന്. അപ്പം അതിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നത്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോയാൽ ഒരു ഏരിയയിലേക്ക് എത്തും കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല വലിയ കാടാണ് കേട്ടോ. അതിലൊക്കെ ആനയൊക്കെ ഇറങ്ങലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ആന ചിഹ്നം വിളിക്കുന്നൊക്കെ ഒച്ച നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണെന്നാണ് അവർ പറയുന്നത്. വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ വാലിയിലേക്ക് അങ്ങനെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ കുറച്ച് മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ആയിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അങ്ങോട്ടേക്ക് ഇതാ ഇതുപോലെ ചെറിയൊരു വഴിയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം. അപ്പോൾ അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഒരു ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കർണാടകയാണ്. അപ്പോൾ ഈ ഒരു ഹിൽസ് നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിച്ച് വരുന്നത്, കാളിന്തി നദി. ഇത് ഹിന്ദുസിൻ്റെ ഒക്കെ എന്തോ ഒരു വിശ്വാസപരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇതാ നമ്മൾ വീണ്ടും നേരത്തെ വഴിയുന്ന ഒരു സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ തലേന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കൂടെ ഒക്കെ തന്നെ അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ വഴി നമ്മളിങ്ങനെ വരികയാണ്. ആദ്യം എനിക്ക് ഇതിൽ കയറിയപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു ധൈര്യം വന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ ടൈപ്പ് ലൈവായിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനും പറ്റും. അവർ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ പിന്നെയാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാസി അവനൊന്നും കൊടുത്തിരിക്കേ, മുഖം കാണട്ടെ. അമ്പിച്ചൂടാ നല്ല അങ്ങനെ യൂഷ്വൽ എല്ലാ റിസോർട്ടിലുള്ള പോലെ തന്നെ 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ കയറി ഫ്രഷായി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ലഗേജും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവിടെ കുറച്ച് നടക്കാനുണ്ട്, അവർ പാർക്ക് ചെയ്തത് നമ്മളെ വണ്ടി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചും കൂടെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അത് നമുക്ക് പിന്നെ അവിടെ നിൽക്കാം കേട്ടോ. റൂമിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഇറങ്ങി കൊടുത്താൽ മതി. അവർക്ക് നെക്സ്റ്റ് ആൾക്കാർ വരുമ്പം അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ വേണമല്ലോ, അതിനുള്ള ടൈമാണ് അവർ പറയുന്നത്. അങ്ങനെ 2 മണി മുതൽ പിറ്റേന്ന് 12 മണി വരെ, അതാണ് നോർമലി എല്ലാ റിസോർട്ടിലും ഉണ്ടാകുന്ന ടൈമിങ്. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴി അവർ പറഞ്ഞു തന്നു കേട്ടോ. നമ്മൾ കാടൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ എങ്ങനെയാണ് ഏത് റൂട്ടാന്നുള്ളത് പറഞ്ഞു തന്നു. അങ്ങനെ കറക്റ്റ് അവർ പറഞ്ഞ ആ ഒരു റൂട്ടിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് നല്ല ഫോറസ്റ്റോടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫുള്ള് ട്രൈബൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിറക് ഒക്കെ കൊണ്ടുപോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് നല്ല ഫോറസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനും കാര്യങ്ങളും. അപ്പം നമ്മൾ മാനാണ് കേട്ടോ കണ്ടത്. അത് മിക്കപ്പോഴും എല്ലാവരും കാണുന്നത് തന്നെയാണ്, വേറൊന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ നല്ല അടിപൊളിയൊരു, ഞാൻ ഇതുവരെ ഈ ഒരു ഏരിയ കൂടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ അങ്ങനെ മരങ്ങളൊക്കെ മുറിച്ചിട്ടതും പിന്നെ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ പണിക്കാരോ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ശരിക്കും നല്ല കാട് തന്നെയാണ് കേട്ടോ. സാധാരണ ഞാൻ മുത്തങ്ങ ഫോറസ്റ്റിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ ഇതാ ഒരുപാട് ഇതുപോലത്തെ യൂക്കാലിപ്റ്റസ് ട്രീസ് ഉണ്ടല്ലോ, അതിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ മോഹൻലാലിൻ്റെ ഒക്കെ ചിത്രം ഫിലിമിലൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അധികം അവിടെ അങ്ങനെ ക്രൗഡാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതെന്തൊക്കെയോ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേഗം അവിടെ നിന്ന് പിന്നെ അങ്ങ് പോകുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാണ് കേട്ടോ. കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉണ്ണിയപ്പമാണ് പോലും. ഭയങ്കര വേറൊരു ടേസ്റ്റാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തീരാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു 4-5-6 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ തീരാനായതാണ് അവർ നമുക്ക് എടുത്തു തന്നത്. അങ്ങനെ അത് കഴിച്ച് നോക്കിയപ്പം ശരിയാണ്
നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നമ്മൾ വീട്ടിലേക്കും കൊണ്ടുവന്നു. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഉണ്ണിയപ്പാണെന്നൊക്കെ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ അവരിപ്പോൾ ഇല്ല കേട്ടോ, അവർ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ മോനാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഫോറസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നമ്മളൊരു ചെറിയൊരു തട്ടുകട പോലത്തെ സെറ്റപ്പ് അവിടെ കയറിയിട്ട് നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള. അങ്ങനെ പിന്നെ വയനാട് കയറി കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തു നിന്നൊക്കെയുള്ള ഒരു ഫോട്ടോ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ വരുന്ന വഴി എടുത്തു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറച്ച് ലെങ്തി ആണെന്നറിയാം, പക്ഷേ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ഇട്ടത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്